ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോഴും നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ ഫങ്ഷൻ പഠിച്ചു, മോണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. ഇനി രണ്ടാമത്തെ ഫങ്ഷനിലേക്ക് പോവുകയാണ്, ബാങ്കർ ടു ഗവൺമെൻറ്. ദ റിസർവ് ബാങ്ക് ആക്ട് ആസ് എ ബാങ്കർ ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒരു ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓൺ വിച്ച് ദ റിസർവ് ബാങ്ക് ആക്ട് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെൻറ്റ്സ് ആർ സെറ്റ് ഔട്ട് ഇൻ സെപ്പറേറ്റ് എഗ്രിമെൻറ്റ്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ ദി റിസർവ് ബാങ്ക് വിത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അതായത് ബാങ്കർ ടു ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? സെൻട്രൽ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ താഴോട്ട് പറയുന്നുണ്ട്. As a banker to the government, the Reserve Bank acts in 3 capacities. അപ്പം ബാങ്കർ ടു ഗവൺമെൻറ് ആയിട്ട് RBI 3 കപ്പാസിറ്റീസ്, 3 രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ബാങ്കറായിട്ട്, പിന്നെ ഒരു ഫിനാൻഷ്യൽ ഏജൻ്റായിട്ട്, പിന്നെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട്. ഈ 3 രീതിയിലാണ് RBI ബാങ്കറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കറായിട്ട് എങ്ങനെയൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ ഏജൻ്റായിട്ട് നിന്നുകൊണ്ട്, പിന്നെ ആസ് എ ബാങ്കർ, ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ. ഇതിൽ ആസ് എ ബാങ്കർ നമുക്ക് നോക്കാം. അതായത് ഒരു ബാങ്കർ എന്ന രീതിയിൽ എന്തെല്ലാം സർവീസസുകളാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇറ്റ് ആക്സെപ്റ്റ്സ് എ ഡെപ്പോസിറ്റ് ഫ്രം ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ഓപ്പൺ അക്കൗണ്ട്സ് ഇൻ ദെയർ നെയിംസ് ആൻഡ് കീപ് ദെയർ ക്യാഷ് ബാലൻസസ്. അപ്പോൾ സാധാരണ രീതിയിൽ ഉള്ളൊരു ബാങ്കിങ് ഫംഗ്ഷനാണ് അല്ലേ. അതായത് ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും ക്യാഷ് ബാലൻസസുകൾ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആസ് എ ബാങ്കർ എന്ന രീതിയിൽ ചെയ്യുന്നത്, ഇറ്റ് കളക്ട്സ് മണി. അതായത് ബാങ്ക് എന്ത് ചെയ്യുന്നു? മണി കളക്ട് ചെയ്യുന്നു. അതായത് ടാക്സസ്, പിന്നെ അങ്ങനെയുള്ള ചാർജസ് ഉണ്ടല്ലോ. ഗവൺമെൻറ്റിന് ഏജൻ്റായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറയത്തില്ല. അതായത് ഗവൺമെൻറ് കളക്ട് ചെയ്യേണ്ട ടാക്സസ്, ചാർജസ് ഒക്കെ കളക്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് മേക്സ് പേയ്മെൻറ്റ്സ് ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ് ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ ഇൻസ്ട്രക്ഷൻസ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പേയ്മെൻറ്റുകളൊക്കെ നടത്തുന്നു. ഇറ്റ് അറേഞ്ച് ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ പ്ലേസ്ഡ് ടു അനദർ ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് പകരമായി നിന്നുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യുന്നു. ഇറ്റ് മേക്സ് അറേഞ്ച്മെൻറ്റ്സ് ഫോർ ദി സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഫോറിൻ എക്സ്ചേഞ്ച് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തു കൊടുക്കുന്നു. ഇറ്റ് ഗ്രാൻസ് ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് ഫോർ പീരീഡ്സ് നോട്ട് എക്സീഡിങ് 3 months. ദെൻ RBI സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 3 മാസത്തിൽ കൂടാതെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് പോയി നോക്കാം. These advances are granted up to a certain specified limits without any collateral securities. Collateral securitiesകളൊന്നും ഇല്ലാതെ തന്നെ ഒരു സ്പെസിഫൈഡ് ലിമിറ്റിൽ കൊടുക്കുന്ന അഡ്വാൻസസ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്, അപ്പോൾ നമുക്കത് പറയാം. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് RBI കൊളാക്ടറൽ സെക്യൂരിറ്റീസ് ഒന്നും വെക്കാതെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും അർജൻറ്റായിട്ട് ഫണ്ടിന് ആവശ്യം വരുന്ന സമയത്ത് ഒരു സ്പെസിഫൈഡ് ലിമിറ്റിൽ ഗ്രാൻഡ് ചെയ്യുന്ന അഡ്വാൻസസുകളാണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാതെ. നെക്സ്റ്റ്, ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ് സച്ച് ആസ് നാച്ചുറൽ കലാമിറ്റീസ്, വാർ എക്സെട്ര, ദ റിസർവ് ബാങ്ക് അഡ്വാൻസസ് ഈവൻ എക്സ്ട്രാ ഓർഡിനറി ലോൺസ് ടു ദ ഗവൺമെൻറ്. അതായത് എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ്, വാർ,
റിസർവ് ബാങ്ക് അങ്ങനെയൊക്കെ, അതായത് എന്താണ്, പ്രകൃതി ദുരന്തങ്ങൾ, എന്തെങ്കിലും യുദ്ധം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എമർജൻസി സിറ്റുവേഷൻസിൽ റിസർവ് ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെൻറ്റിന് അഡ്വാൻസസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബാങ്കർ എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് ആസ് എ ഫിനാൻഷ്യൽ ഏജൻറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ഏജൻറ്റായി നിന്നുകൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. It acts as the agent of the central and state government in the matter of ഫ്ലോട്ടേഷൻ ഓഫ് ലോണുകളൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് സെൽസ് ട്രഷറി ബിൽസ് ഓഫ് 90 days maturity at weekly auctions on behalf of the central government and secures short-term finance for the central government. സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ടേം ഫിനാൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ട്രഷറി ബില്ലുകൾ സെല്ല് ചെയ്യുന്നുണ്ട്, 90 days മെച്യൂരിറ്റിയുള്ള ട്രഷറി ബിൽസുകൾ. പിന്നെയോ ഇറ്റ് മാനേജസ് ദ പബ്ലിക് ഡെപ്റ്റ്സ് ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഡെപ്റ്റ്, പൊതു കടങ്ങളുണ്ടല്ലോ, അതൊക്കെ മാനേജ് ചെയ്യുന്നു. പിന്നെ ഇറ്റ് കീപ്സ് ദി അക്കൗണ്ട്സ് ഓഫ് ദി പബ്ലിക് ഡെപ്റ്റ്സ് ഓഫ് ദി ഗവൺമെൻറ്റ്സ്, അറേഞ്ചസ് ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദി പബ്ലിക് ഡെപ്റ്റ്സ് ആൻഡ് ദെയർ റിഡംഷൻ ഓൺ ദി ഡ്യൂ ഡേറ്റ്സ്. പബ്ലിക് ഡെപ്റ്റ്, ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഡെപ്റ്റിൻ്റെ അക്കൗണ്ടുകളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സമയം പോകുന്ന രീതിയിലൊക്കെ ആക്കി നല്ല എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒരു ഫിനാൻഷ്യൽ ഏജൻറ്റായി നിന്ന് RBI പ്രവർത്തിക്കുന്നു. ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏജൻറ്റായി നിന്നുകൊണ്ട് റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതായത് IMF, IBRD തുടങ്ങിയ ഇൻ്റർനാഷണൽ മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്താണ് RBI ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഒരു ഫിനാൻഷ്യൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം. ഇറ്റ് അഡ്വൈസസ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ ഓൾ ഫിനാൻഷ്യൽ ഓൺ എക്കണോമിക് മാറ്റേഴ്സ് സച്ച് ആസ് ദി ഫ്ലോട്ടിംഗ് ഓഫ് ലോൺസ്, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് പ്ലാനിംഗ്, ബാങ്കിങ്, ലെജിസ്ലേഷൻ എക്സെട്ര. അതായത് ഫിനാൻഷ്യൽ അഡ്വൈസറിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് മാറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നൽകുന്നു. അല്ലേ, ലോൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ്, അങ്ങനെയുള്ള ബാങ്കിങ്, ലെജിസ്ലേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും എന്തെല്ലാം അഡ്വൈസസുകൾ കൊടുക്കാനുണ്ട് അതൊക്കെ ആ സമയങ്ങളിൽ RBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഓൾസോ ഗീവ്സ് അഡ്വൈസ് ടു ദ ഗവൺമെൻറ് ഓൺ മാറ്റേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. ഇൻ്റർനാഷണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപദേശങ്ങൾ നൽകാറുണ്ട്. ത്രൂ ദി റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറ്റ് കളക്ട്സ് ഇൻഫർമേഷൻ അബൌട്ട് ദി കറണ്ട് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ആൻഡ് കീപ് ദി ഗവൺമെൻറ് ഇൻഫോംഡ് ഓഫ് ദീസ് ഡെവലപ്മെൻറ്റ്സ് പീരിയോഡിക്കലി. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിസർച്ചിൻ്റെയൊക്കെ പ്രകാരം അവരുടെയൊക്കെ ഇൻഫർമേഷൻസൊക്കെ കളക്ട് ചെയ്ത്, അതായത് ഇപ്പോഴത്തെ കറണ്ട് എക്കണോമിക് സ്റ്റാറ്റസും എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇന്ത്യയിലും അത് വിദേശത്തും ഒക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഗവൺമെൻറ്റിന് അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ബാങ്കർ ടു ഗവൺമെൻറ്റിൽ പറയുന്നത്. ഒന്നുമില്ല, സിമ്പിൾ പോയിൻറ്റുകളാണ് ഞാൻ പറഞ്ഞു പോയത്. ഓക്കെ, താങ്ക് യു.